മനസ്സിലൊരു സങ്കടമുണ്ട്. ഫദ്ല് പറഞ്ഞു, എനിക്ക് എന്റെ ഉമ്മയോടൊന്ന് സംശയം ചോദിക്കണം, എന്റെ ഉമ്മയോടൊന്ന് ചോദിക്കണം, ഉമ്മാന്റെ സമ്മതം ഇല്ലാണ്ട് ഞാൻ വരില്ല എന്ന് ഫദ്ല് തന്റെ ചങ്ങാതിമാരോട് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് ഫദ്ല് കടന്നു വരികയാണോ. വീട്ടിലേക്ക് ഫദ്ല് കടന്നു വന്നിട്ട് തന്റെ ഉമ്മയോട് ഫദ്ല് ചോദിക്കുന്നു, ഉമ്മ, എനിക്കെന്റെ ഹബീബിന്റെ മദീനത്തേക്കൊന്ന് പോണമുമ്മ, എനിക്കൊന്ന് ഉംറ ചെയ്യണമുമ്മ. ഫദ്ല് തന്റെ ഉമ്മയോട് വന്നുകൊണ്ട് ചോദിക്കുമ്പോ, ഉമ്മയോട് ഉംറ ചെയ്യാനുള്ള അനുമതി ചോദിക്കുമ്പോ ഫദ്ലിനോട് ഉമ്മ പറയുന്നു, പൊന്നുമോനെ, നീ എങ്ങാനും ഉംറയ്ക്ക് വേണ്ടി മദീനത്തേക്ക് മക്കത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാണുള്ളത് ഫദ്ലേ? എനിക്കിവിടെ ആരാണുള്ളത് ഫദ്ലേ? ഞാൻ ഒറ്റക്കല്ലേ? സമ്മതിക്കാതെ അയക്കുകയാണ്. പിറ്റേ ദിവസവും ഫദ്ല് ഇതേപോലെ ഉമ്മയോട് വന്നുകൊണ്ട് ചോദിക്കുന്നു, ഉമ്മ, ഈ ഫദ്ലിനെ ഒന്ന് അയക്കണേ. ഉമ്മ സമ്മതിച്ചില്ല. ഉംറയ്ക്ക് പോകാനുള്ള അനുമതി ഉമ്മ ഫദ്ലിന് കൊടുത്തില്ല. രാത്രിയായപ്പോ ഫദ്ലിന് ഉറക്കം വന്നില്ല. ഉറക്കം വരാതെ ഫദ്ലിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്നതായ സമയത്ത് ഫദ്ലിന്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്. മക്കത്തേക്ക് പോകുന്ന വിഷയമല്ലേ, ഉംറ ചെയ്യുന്ന വിഷയമല്ലേ, നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ പോകുന്നത്. ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ ഉമ്മാക്ക് പൊരുത്തമാവുമല്ലോ, എന്റെ ഉമ്മാക്ക് പിന്നീട് എനിക്ക് പുറത്തു തരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഫദ്ല് രാത്രിയതാ ബാഗും പാക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. തന്റെ കൂട്ടുകാര് പറഞ്ഞ സ്ഥലത്തേക്ക് ഫദ്ല് ഇങ്ങനെ പോവുകയാണ്. ചെറുപ്പക്കാരെ മനസ്സിലാക്കണേ, ഉമ്മാനെ അനുസരിക്കാത്ത, ബാപ്പാനെ അനുസരിക്കാത്ത പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ചരിത്രമാണ്. ഞാൻ ചുരുക്കി പറയട്ടെ. ആ ഫദ്ല് ഇറങ്ങി. പക്ഷേ തന്റെ കൂട്ടുകാരെല്ലാവരും നേരത്തെ പോയിട്ടുണ്ട്. ഫദ്ലിന് തന്റെ കൂട്ടുകാരെ കാണുന്നില്ല. ഫദ്ല് ഒറ്റക്ക് തന്നെ നടന്നു പോവുകയാണ്. രാത്രി സമയമാണ്. അങ്ങനെ വല്ലാതെ ക്ഷീണിച്ചു പോയപ്പോ നടന്ന് 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 ക്ഷീണം വന്നപ്പോ ഫദ്ല് ഒരു പള്ളിയിൽ കയറുകയാണ്. ഒരു പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആ പള്ളിയിൽ ഇരിക്കുന്ന സമയത്തതാ ആ നാട്ടുകാരതാ വടിയും വെളിച്ചവുമായിട്ടതാ കടന്നു വരുന്നു. എന്നിട്ട് ഫദ്ലിനെ പിടികൂടുകയാണ്. എടാ കള്ള, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന കള്ള എന്ന് പറഞ്ഞിട്ട് ഫദ്ലിനെ പിടികൂടുകയാണ്. എന്തിനാണെന്നറിയുമോ? ഫദ്ല് വരുന്നതിന്റെ മുമ്പ് നാട്ടിലൊരു കള്ളം വന്നിട്ടുണ്ട്. ആ കള്ളൻ നാട്ടുകാരുടെ മുതൽ മോഷ്ടിച്ചിട്ടുണ്ട്. ആ കള്ളൻ മുതൽ കട്ടെടുത്തിട്ട് സമ്പത്തുകൾ മോഷ്ടിച്ചിട്ട് ഓടിപ്പോയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. നാട്ടുകാർ വന്നപ്പോ പള്ളിയിൽ ഒരു അപരിചിതനിരിക്കുന്നുണ്ട്. ആരുമറിയാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. അത് കള്ളനാണെന്ന് വിചാരിച്ചിട്ട് നാട്ടുകാരതാ പിടിക്കുകയാണ്. പിടിച്ചു കൊണ്ടുപോയിട്ട് സുബ്ഹാനല്ലാഹ്, നീ കക്കാൻ പാടില്ല, നീ കളവ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ മനസ്സിലാക്കണേ, നീ കക്കാൻ പാടില്ല, നീ കളവ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഫദ്ലിന്റെ 2 കൈകളും അതാ മുറിച്ചു കളയുകയാണ്. നീ കളവിലേക്ക് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫദ്ലിന്റെ 2 കാലുകളും അതാ മുറിച്ചു കളയുകയാണ്. ഇനി കളവൊന്നും തന്നെ നടക്കാൻ പാടില്ല, ഇനി ഒരു കളവോലും നിന്റെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്
ഫദ്ലിന്റെ രണ്ട് കണ്ണുകളും അതാ ചൂഴ്ന്നെടുക്കുകയാണ്. ഫദ്ൽ അങ്ങനെ അട്ടഹസിച്ച് കരയുന്നുണ്ട്. ഞാൻ കള്ളനല്ല, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല, ഞാനൊന്നും തന്നെ കണ്ടിട്ടില്ല, ഞാൻ ഉമ്മാനെ ധിക്കരിച്ചവനാണ്, ഞാൻ ഉമ്മാനെ ബേജാറാക്കിയവനാണ്, ഞാൻ എന്റെ മാതാവിനെ ധിക്കരിച്ചവനാണ്, ഞാൻ കള്ളനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫദ്ലങ്ങ് കരയുമ്പോ അവരതൊന്നും തന്നെ ചെവി കൊണ്ടില്ല. അവര് ഫദ്ലിനെ എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുകയാണ്. കണ്ണില്ലാത്ത ഫദ്ല്, രണ്ട് കൈയില്ലാത്ത ഫദ്ല്, രണ്ട് കാലില്ലാത്ത ഫദ്ല്. ആ ഫദ്ൽ ഇങ്ങനെ വളരെ ദയനീയമായ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വന്നു. ആ ചെറുപ്പക്കാരൻ ഫദ്ലിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഫദ്ലിന്റെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഫദ്ലിനെ കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് വീടിന്റെ വാതിൽ മുട്ടി, ഉമ്മാ ഇത് നിങ്ങളുടെ മകനാണോ? ഉമ്മ നോക്കുമ്പോ കണ്ണില്ലാത്ത ഒരു ദേഹം, കൈയില്ലാത്ത ഒരു ശരീരം, രണ്ട് കാലില്ലാത്ത ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് ചോരയിൽ കുളിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടപ്പോ ഉമ്മ പറഞ്ഞു, ഇതെന്റെ മകനല്ല. ഉമ്മാന്റെ ശബ്ദം കേട്ടപ്പോ ഫദ്ലിന് സന്തോഷമായി. ഫദ്ൽ ഉറക്കമിടിച്ചു, ഉമ്മാ ഞാൻ നിങ്ങളുടെ മകനാണ് ഉമ്മ. ആ സമയത്താണ് മനസ്സിലായത്. ഉമ്മ വന്നുകൊണ്ട് വാരി പുറത്തുകൊണ്ട് മകനോട് ചോദിക്കുന്നു, അല്ല ഫദ്ലേ, നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ സംഭവിച്ചത്? നിനക്ക് ഇങ്ങനെ വരാനെന്താ കാരണം? ആ സമയത്ത് ഫദ്ൽ പറഞ്ഞതുമ്മ, ഞാൻ ഉമ്മാനെ അനുസരിക്കാണ്ടല്ലേ പോയത്. ഉമ്മ പോണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ പോയില്ലേ, അതുകൊണ്ട് അല്ലാഹ് എനിക്ക് നൽകിയ ശിക്ഷയാ. പ്രിയമുള്ളവരെ, ഉംറയ്ക്ക് വേണ്ടി പോയ ഒരു മനുഷ്യന്റെ കഥയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പല ദിനങ്ങൾക്കും വേണ്ടി പോകുമ്പോ എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, നേരത്തെ പറഞ്ഞവർ ആർക്കും എപ്പോഴും മരിക്കുക, ഏതൊക്കെ എവിടെ വെച്ച് വരുന്ന ആർക്കും അറിയില്ല. അതുകൊണ്ട് ആരെയും സങ്കടപ്പെടുത്തിയിട്ട് നമ്മൾ എവിടെ പോണ്ട, ആരെയും ബേജാറാക്കിയിട്ട് നമ്മൾ എവിടെയും പോകണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നന്മയിലേക്ക് നമ്മളൊന്ന് മുന്നേറുക.